ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റ് വരുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളതാണ്. എന്താണ് അതിന്റെ നെഗറ്റീവ് സ്ട്രക്ചർ? എന്താണ് നെഗറ്റീവ് സ്ട്രക്ചർ? സബ്ജക്റ്റ് ആദ്യം വരും അല്ലേ, പിന്നെ വരുന്നത് ഈസിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക, ഈസ് നോട്ട് എന്നാക്കുക, വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസിന്റെ നെഗറ്റീവ് സ്ട്രക്ചർ. ഇവിടെ നോക്കൂ, ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? അഥവാ അവൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല എന്ന് നമുക്ക് പറയണം. എന്താ ചെയ്യേണ്ടത്? ഈസിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. അഥവാ ഈസിന്റെ അപ്പുറത്ത് നമ്മൾ നോട്ട് ചേർത്താൽ ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് എന്നായി. എന്താർത്ഥം? ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവന് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ല. ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലോ അവൻ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ല. ഒന്നുകൂടി നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം? ഈ ഈസ് നോട്ടിനെ നമുക്ക് ഷോർട്ട് ആക്കി ഈസിന്റെ എന്ന് എഴുതാം. എന്താണ് ചെയ്തത്? ഈസിന്റ് എന്നാക്കി മാറ്റി. ഹി ഈസിന്റ് പ്ലേയിങ് ക്രിക്കറ്റ്. ഹി ഈസിന്റ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ളതാണ് ഇതിന്റെ നെഗറ്റീവ് സ്ട്രക്ചർ. അപ്പൊ ഹി ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസിന്റ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലോ അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. അടുത്ത് നോക്കൂ, ഷീ ഈസ് ഡാൻസിങ്. ഷീ ഈസ് ഡാൻസിങ് എന്ന് പറഞ്ഞാൽ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെ നെഗറ്റീവ് ആക്കാം? ഈസിന്റെ അപ്പുറത്ത് നോട്ട് ചേർക്കുക. ഷീ ഈസ് നോട്ട് ഡാൻസിങ്. അവള് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഈസ് നോട്ടിനെ ഒന്നും കൂടി ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റ് എന്ന് എഴുതാം. ഷീ ഈസിന്റ് ഡാൻസിങ്. ഷീ ഈസ് ഡാൻസിങ് എന്ന് പറഞ്ഞാൽ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസിന്റ് ഡാൻസിങ് എന്ന് പറഞ്ഞാലോ അവൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. അടുത്ത് നോക്കൂ, നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമുക്ക് ഈ ഒരു സെന്റൻസിന് നെഗറ്റീവ് ആക്കാം? ഈസിന്റെ അപ്പുറത്ത് നോട്ട് ചേർക്കുക അല്ലെ. നിബു ഈസ് നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഈസ് നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. നിബു ഈസ് നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷിനെ ഒന്നും കൂടി ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് എന്താ എഴുതാം? നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിബു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിബു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. അടുത്ത് നോക്കൂ, കാറ്റ് ഈസ് ഈറ്റിംഗ് ഫിഷ്. കാറ്റ് ഈസ് ഈറ്റിംഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ പൂച്ച മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കാറ്റ് ഈസ് ഈറ്റിംഗ് ഫിഷ്. ഇതിന്റെ നെഗറ്റീവ് എന്താണ്? കാറ്റ് ഈസ് നോട്ട് ഈറ്റിംഗ് ഫിഷ്. ഈസിന്റെ അപ്പുറത്ത് നമ്മൾ നോട്ട് ചേർത്ത് അല്ലെ. കാറ്റ് ഈസ് നോട്ട് ഈറ്റിംഗ് ഫിഷ്. കാറ്റ് ഈസ് നോട്ട് ഈറ്റിംഗ് ഫിഷ്. കാറ്റ് ഈസ് ഈറ്റിംഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ പൂച്ച ഫിഷ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് ഈസ് നോട്ട് ഈറ്റിംഗ് ഫിഷ് എന്ന് പറഞ്ഞാലോ പൂച്ച ഫിഷ് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇതിനെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഈസ് നോട്ടിനെ ഈസിന്റെ ആക്കാം അല്ലെ. കാറ്റ് ഈസിന്റ് ഈറ്റിംഗ് ഫിഷ് എന്നാക്കി മാറ്റും. കാറ്റ് ഈസ് ഈറ്റിംഗ് ഫിഷ്. കാറ്റ് ഈസിന്റ് ഈറ്റിംഗ് ഫിഷ്. അടുത്ത് നോക്കൂ, മെഷീൻ ഈസ് വർക്കിംഗ് നൗ. മെഷീൻ ഈസ് വർക്കിംഗ് നൗ. മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ഒരു സെന്റൻസിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ഈസിന്റെ അപ്പുറത്ത് നോട്ട് ചേർക്കുക. മെഷീൻ ഈസ് നോട്ട് വർക്കിംഗ് നൗ. മെഷീൻ ഈസ് നോട്ട് വർക്കിംഗ് നൗ. മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. മെഷീൻ ഈസ് വർക്കിംഗ് നൗ. മെഷീൻ ഈസ് നോട്ട് വർക്കിംഗ് നൗ. ഈ ഈസ് നോട്ടിനെ നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഈസിന്റ് എന്ന് എഴുതാം അല്ലെ. അപ്പോൾ എങ്ങനെ എഴുതാം? മെഷീൻ ഈസിന്റ് വർക്കിംഗ് നൗ. മെഷീൻ ഈസ് വർക്കിംഗ് നൗ. മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീൻ ഈസിന്റ് വർക്കിംഗ് നൗ. മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത്. നമ്മൾ ഏതാണ് ഓക്സിലറി ഇവിടെ ഉള്ളത്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റിന്റെ കാര്യമാണ് കേട്ടോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഈസ് എന്ന ഓക്സിലറി ആണ് വരിക. ഈ ഈസ് എന്ന ഓക്സിലറിയോട് കൂടിയിട്ട് നോട്ട് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കുന്നത് എന്നുള്ളത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.